ഹലോ ഹലോ വിവാൻ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. പെമ്പിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ പുതുതായിട്ട് ആരംഭിക്കുന്ന അറബിക് കാലിഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വെബിനാറാണ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലും ഇതേപോലെ തന്നെ കാലിഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വെബിനാർ, ഒരു സൗജന്യ വെബിനാർ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എഴുത്തിൻ്റെ ഒരു ഡെമോ കാണണമെന്ന് പലരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എങ്ങനെയാണ് ഒരു എഴുത്ത് രൂപപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡെമോ ക്ലാസ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏപ്രിൽ 26 മുതൽ ഈ ശനിയാഴ്ച മുതൽ നമ്മൾ അറബിക് കാലിഗ്രഫിയുടെ ഒരു കോഴ്സ്, 1 മന്ത് കോഴ്സ് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ താല്പര്യപ്പെടുകയാണെങ്കിൽ, അതേപോലെ തന്നെ അറബിക് കാലിഗ്രഫിയെ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു വെബിനാർ ആയിട്ടാണ്, ഒരു വർക്ക്ഷോപ്പ് ആയിട്ടാണ് നമ്മൾ ഇതിനെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്ന ജാസ്മിൻ മാം കാലിഗ്രഫി ട്രെയിനർ ആണ്, കമ്മ്യൂണിക്കേഷൻ കോച്ചാണ്, പെമ്പിൾ അക്കാദമിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മാമിനെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സന്തോഷത്തോടെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓവർ ടു ജാസ്മിൻ മാം. മാം പ്ലീസ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാലിഗ്രാഫിയുടെ അതിന്റെ തിയറി പാർട്ടൊക്കെ അവിടെയാണ് വരുന്നത്. തിയറിയുടെ കുറച്ച് ഭാഗം മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഒരു ക്യാപ്സൂൾ രൂപത്തിൽ മാത്രം അവിടെ കൊടുത്തിട്ടുള്ളൂ. കാരണം തിയറി തന്നെ പഠിക്കാൻ നമുക്ക് വർഷങ്ങൾ എടുത്ത് അതിന്റെ തിയറി പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്രയും ഇപ്പോ ഒരുപാട് പാഷനായിട്ട് വരുന്ന ആൾക്കാർക്കാണ് അത് ആവശ്യം. അപ്പൊ കഴിയുന്നവർ വീഡിയോയിൽ വരിക, അല്ലാത്തവര് ഓക്കെ, കുഴപ്പമില്ല. പിന്നെ ഇപ്പോ നമ്മള് അതിലേക്ക് അത് ആദ്യം പോയി കാണുക. കണ്ടിട്ട് കലിഗ്രാഫിയുടെ സ്ക്രിപ്റ്റുകളും അതിനകത്ത് സ്ക്രിപ്റ്റ് അതുപോലെ കലമങ്ങളെ കുറിച്ച് കുറച്ച് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പിന്നെ കലമിനെ കുറിച്ച് തന്നെ പഠിക്കാൻ കുറെ ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ സ്ക്രിപ്റ്റുകളെ കുറിച്ച് പഠിക്കാൻ കുറെ ഉണ്ട്. പിന്നെ അതിന്റെ പഴയകാല കലിഗ്രാഫേഴ്സിനെ കുറിച്ച് കുറെ കലിഗ്രാഫേഴ്സ് ഉണ്ട്, അവരെയൊക്കെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ അങ്ങനെ തുടങ്ങി കുറേ ഉണ്ട് പഠിക്കാൻ. അപ്പൊ പല ആൾക്കാരും വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയിട്ട് വരുന്ന പലരും പറഞ്ഞു, ഞങ്ങൾ പല സ്ഥലങ്ങളിലും പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇത്രയും ഡീപ്പായിട്ട് ഞങ്ങൾ ഒരിടത്തും അതിന്റെ ആ ഹിസ്റ്ററി ഒന്നും പഠിപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. വരയ്ക്കാൻ അറിഞ്ഞത് കൊണ്ട് വരയ്ക്കാൻ പഠിപ്പിച്ചത് ആയില്ല. ഇതൊരു ദൈവിക കലയാണ്. അപ്പൊ അതിനത്രത്തോളം നമ്മൾ ഇതായിട്ട് സൂക്ഷിക്കണം, ഭംഗിയായിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ ഒരു നമ്മൾ എഴുതാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് എഴുതുകയല്ല. ഇപ്പൊ തന്നെ ഞാൻ റെഡി ആയിട്ട് വന്നിരിക്കുന്നത്, നല്ല ഡ്രസ്സ്, അതുപോലെ വിയർപ്പോട് കൂടി ഒന്ന് വന്നിരിക്കാണ്ട് ഒന്ന് ഫ്രഷ് ആയി നല്ല നല്ല വെൽ ഡ്രസ്സിൽ വന്നിരിക്കുക. എന്ന് എഴുതിയിട്ട് പുതിയ ഡ്രസ്സ് എടുത്ത് ഇടണമെന്നല്ല, നമ്മൾ എപ്പോഴും നമുക്ക് വരയ്ക്കാൻ തോന്നുന്നു ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല വൃത്തിയിൽ വന്നിരുന്ന് എഴുതുക. കാരണം വിയർപ്പോട് കൂടിയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്തിട്ട് അയ്യോ ഇന്ന് പ്രാക്ടീസ് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വന്നിരുന്ന് എഴുതാൻ പാടില്ല. അത്രയും ക്ഷമയോടുകൂടി നമ്മൾ സാധാരണ പെൻസിൽ വെച്ച് വരയ്ക്കുന്ന പോലെ അല്ല. പെൻസിൽ വെച്ചൊക്കെ നമുക്ക് സാധാ പോലെ വരയ്ക്കാം, കളർ പെയിന്റ് ആയാലും സാധാ പോലെ നമുക്ക് അങ്ങ് അടിച്ചു പോകാം. പക്ഷെ ഇത് അങ്ങനെയല്ല. ഒരു അക്ഷരം ഇങ്ക് മുക്കിയിട്ട് ഡിപ്പ് ചെയ്ത് എഴുതുന്ന സമയത്ത് പകുതി നമ്മൾ എഴുതുന്ന സമയത്ത് ആ മഷി അങ്ങ് ഉണങ്ങിപ്പോകും. വീണ്ടും ഡിപ്പ് ചെയ്യണം, വീണ്ടും എഴുതണം, വീണ്ടും ഡിപ്പ് ചെയ്യണം, വീണ്ടും എഴുതണം. അങ്ങനെ 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 നമ്മൾ നന്നായിട്ട് പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. പിന്നെ ഈ ഇങ്ക് സൊല്യൂഷൻ ഞാൻ വീഡിയോ എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ല, സാധനങ്ങളും എൻ്റെ കയ്യിൽ പുതുതായിട്ടൊന്നുമില്ല. ഞാൻ ഇങ്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒരു വീഡിയോ വേണമെങ്കിൽ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. യൂട്യൂബിൽ പോയിട്ടേ വീഡിയോ എടുത്തിട്ട് നമുക്ക് കാണേണ്ടി വരും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. കാരണം ഇപ്പൊ എന്റെ കയ്യിൽ ചെയ്തതില്ല, ചെയ്യുന്നത് കാണിക്കാനുള്ള പുതിയ സാധനങ്ങളൊന്നും എന്റെ കയ്യിലില്ല. കാലിഗ്രാഫി ഇങ്ക് സൊല്യൂഷൻ എന്ന് അടിച്ചാല് നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. ഓക്കെ, യൂട്യൂബിൽ ഒരുപാട് രീതിയിൽ ചെയ്യുന്നതുണ്ട്. ഇങ്ക് സൊല്യൂഷൻ നമ്മൾ മനസ്സിലാക്കണം, എങ്കിലേ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം ഇങ്ക് സാധാ പോലെ നമ്മൾ ഇങ്ക് ഡിപ്പ് ചെയ്ത് അങ്ങ് എഴുതുകയല്ല ചെയ്യുന്നത്.
അതിനെ നല്ല രീതിയിൽ അതിനെ കുറച്ച് റെഡി ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിൽ വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ഒരു വീഡിയോ ഓണാക്കി കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ? യെസ്. സ്ക്രീനിൽ കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെന്ന് പറയണേ. ഓക്കെ. ഇതാണ് കലിഗ്രഫിയുടെ സാധനം. ഞാൻ പറഞ്ഞുതരാം. ഇദ്ദേഹം ഇപ്പൊ ഈ കയ്യിൽ എടുത്തു വെച്ചിരിക്കുന്ന ഈ സാധനമാണ് ലിക്ക എന്ന് പറയുന്നത്. ഇതൊരു സിൽക്ക് ത്രെഡാണ്. ഇപ്പൊ ഇതിന് പകരം ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് കോട്ടൺ കോട്ടൺ ഉണ്ടല്ലോ, നമ്മള് ഈ മുറിവിലൊക്കെ വെച്ച് കെട്ടുന്ന പഞ്ഞി നമ്മളെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്ന കോട്ടൺ. എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളതാണ്. നിങ്ങൾ ഇത് തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കോട്ടണിലേക്ക് പോയാൽ മതി. ഓക്കെ, നമ്മൾ ഇതിന്റെ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമുക്കിത് കിട്ടും. അപ്പൊ ഇത് ഇവർക്ക് ഇങ്ങനെ ഈ ഒരു രൂപത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ചിലപ്പോൾ ഒരു ചെറിയ പാക്കറ്റിൽ ഇതിന്റെ ആ ഒരു ഇപ്പൊ ഇവര് ഇതിനെ റെഡിയാക്കി എടുക്കുന്ന കാണിച്ചു തരാം. കേട്ടോ, അവരതിനെ മൊത്തത്തിൽ വിടർത്തി അതിനെ ആ ഒരു ബോൾ രൂപത്തിലാക്കിയിട്ട് അവർ ആ ഇങ്ക് കണ്ടെയ്നറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതായത് ആ കാണിച്ച കയറ് പോലെ ഇരുന്നതിനെയാണ് അവര് അത് വിടർത്തി അങ്ങനെ ചെറുതാക്കിയിട്ട് ബോൾ പോലെ ആക്കിയിട്ട് അതിനകത്തേക്ക് ഇട്ടത്. ആ ഒരു ഇങ്ക് കണ്ടെയ്നറിലേക്ക് ഇട്ടത്. ആ കണ്ടെയ്നർ നിറച്ച് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഹാഫ് പോർഷനിൽ ഇടാം. നമ്മളെ ഇഷ്ടത്തിന് നമുക്കത് ഇടാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അതിനെ കുതിർത്തു. എന്നിട്ട് ആ വെള്ളം പിഴിഞ്ഞ് കളയണം. അതിന് ശേഷമാണ് ആ ത്രെഡിനകത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടല്ലോ, ആ സിൽക്ക് ത്രെഡ് കുതിർന്ന വരെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ക് ഒഴിച്ചു കൊടുക്കണം. അത് ഒരു ഈർക്കിലോ നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന കലമോ വെച്ചിട്ട് എന്ത് ചെയ്യാ, അതിനെ നന്നായിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഈർക്കിലോ അല്ലെങ്കിൽ ഒരു പച്ച ഈർക്കില് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഈ പെൻസിൽ, പഴയ പെൻസിൽ അതിന് വേണ്ടിയിട്ട് കരുതുക. ഇങ്ക് അത് കുതിരുന്നത് വരെ ഇങ്ക് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഒഴിച്ചത് പെന്ന് വെച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് റെഡിയാക്കുക. എന്നിട്ട് അത് നമുക്ക് അടച്ചു വെക്കാം. വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്ത് എഴുതാൻ നേരത്ത് എടുത്ത് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് എടുത്താൽ മതി. അപ്പൊ നേരത്തെ കൂട്ടിയത് ഇങ്ക് ഇത് റെഡിയാക്കിയോ. ഇപ്പൊ കമിഴ്ത്തുമ്പോൾ കണ്ടോ താഴേക്ക് വീഴൂല. അവർ കമിഴ്ത്തി കാണിക്കുന്നുണ്ടോ, കമിഴ്ത്തി കാണിക്കുമ്പോൾ അത് തുള്ളി തുള്ളിയായിട്ട് താഴേക്ക് വീഴുന്നില്ല. അത് ശ്രദ്ധിച്ചല്ലോ നിങ്ങൾ. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാ, ഇങ്ക് ചെയ്യണം. ഇപ്പൊ അവരത് എഴുതുന്നത് കണ്ടോ, അതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് അവർ എഴുതി കാണിച്ചത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇങ്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഈ ലിക്ക് അതിലേക്ക് ഇടുക.
ഈ ലിക്ക എന്ന് പറയുന്ന സിൽക്ക് ത്രെഡ് അതിനകത്തേക്ക് ഇടുക. അല്ലെങ്കിൽ അത് ഒന്ന് വെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് കാരണം ഇതിങ്ങനെ വിടർന്ന് ഈ ബോട്ടിലിന്റെ പുറത്തോട്ടൊക്കെ ഇങ്ങനെ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്തിട്ട് നന്നായിട്ടൊന്ന് ബോൾ പോലെ ആക്കിയിട്ട് ആ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് അതിനകത്തേക്ക് ഇടുക. ഇട്ടതിന് ശേഷം ഈ ഇങ്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് കലക്കി വൃത്തിയാക്കി എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നമ്മൾ അയാളെ ഇളക്കിയതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതെന്ത് ചെയ്യുക, ബോട്ടിൽ അടച്ചു വെക്കുക. നമുക്ക് എഴുതാൻ നേരത്തെ എടുത്തിട്ട് എഴുതാം. അപ്പൊ ഒന്ന് കമിഴ്ത്തി പിടിച്ചു നോക്കണം, ഇറ്റ് വീഴുന്നുണ്ടോ എന്ന് നോക്കണം. ഇങ്ങനെ വീഴുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പെന്ന് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് എഴുതുന്ന സമയത്ത് തുള്ളിയായിട്ട് നമ്മുടെ ഇതിലേക്ക് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പൊ ഞാനിത് ചെയ്തു വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു ബോട്ടിലാണ്. ഇതിന്റെ മുകളിലൊരു ലിഡ് ഉണ്ടായിരുന്നത് കളഞ്ഞുപോയി. ഇത് ബ്ലാക്ക് കളറാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് സാധാ ഇതാണ്, ഈ കോട്ടൺ ആണ് അതിനകത്ത് ഇരിക്കുന്നത്. കോട്ടനകത്താണ് ബ്ലാക്ക് മഷി ഇങ്ങനെ വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാനത് ഇളക്കി കൊടുക്കുന്നത് ഈ പെൻസിലിന്റെ ആ ഭാഗം കംപ്ലീറ്റ് കളറായിട്ടിരിപ്പുണ്ട്. അതിട്ട് ഇങ്ങനെ ഇളക്കുന്നതാണ്. അപ്പൊ അതാണ് ഇങ്ക് സൊല്യൂഷൻ. അതാണ് ഇത്. നമ്മൾ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഴുത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ഫോണിൽ ഞാൻ ബാക്ക് ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പോവാം. അത് നമുക്ക് നോക്കിയിട്ട് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ അല്ലേ? കേൾക്കുന്നുണ്ടോ? യെസ് മാം. ഓക്കെ, താങ്ക് യു. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. നിങ്ങൾ മിണ്ടാതിരിക്കുന്നതുകൊണ്ട് എനിക്കൊന്നും അറിയാൻ പറ്റില്ല. ഞാനിങ്ങനെ എക്സ്പ്രസ് പോലെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. മനസ്സിലാവാത്തവർക്ക് മനസ്സിലാവില്ല, മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും. അപ്പൊ ഇങ്ക് റെഡിയാക്കുന്ന മനസ്സിലായല്ലോ. എന്റെ കയ്യിൽ ഏകദേശം ബ്ലാക്ക് ഉണ്ടായിരുന്നു, ഒരു ബ്ലാക്ക് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പിന്നെ വയലറ്റ് ഉണ്ടായിരുന്നു, ഗ്രീൻ ഉണ്ടായിരുന്നു. ഏകദേശമുള്ള കളറും തീർന്നു. അത് ഞാൻ ഈ മദ്രസ കുട്ടികൾക്ക് ഇടയ്ക്ക് ദറസിലെ കുട്ടികൾക്ക് അവർക്ക് മത്സരം വന്ന സമയത്ത് പഠിപ്പിക്കാൻ പോയി. ആ സമയത്ത് എന്റെ കയ്യിൽ ഇരുന്ന്, അവരുടെ കയ്യിൽ പ്രോഡക്റ്റ് ഒന്നും ഇല്ലായിരുന്നു, അവർ പഠിച്ചിട്ടും ഇല്ലായിരുന്നു. ഫസ്റ്റ് ടൈമാണ് അവർക്ക് ഈ ഇതിന്റെ എക്സാം വരുന്നത്. ഇതിന്റെ മത്സരം കൂടി അതിന്റെ കൂട്ടത്തിൽ വരുന്നു. അപ്പൊ ദറസിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് 5 വർഷത്തിൽ ഒരിക്കലാണ് ആ മത്സരം വരുന്നത്. അപ്പൊ അവർക്ക് മെഹന്തി ക്ലാസ്സസ് അങ്ങനെ എന്തെങ്കിലും കോഴ്സ് ഉണ്ടോ? മെഹന്തി കോഴ്സ് നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ വേറെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ, അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇതെന്ത് ചെയ്തു, ഈ കുട്ടികൾക്ക് മത്സരം വന്ന സമയത്ത് ഞാൻ അവിടെ പഠിപ്പിക്കാൻ പോയി. അപ്പൊ അവരുടെ കയ്യിൽ കലമില്ല, ബുക്കില്ല, പേപ്പറില്ല, ഒന്നുമില്ല. അവർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള അറിവൊന്നുമില്ല. പക്ഷെ അവർ നന്നായിട്ട് ഹാൻഡ് റൈറ്റിംഗ് അടിപൊളിയാണ്. അപ്പൊ നന്നായിട്ട് ഹാൻഡ് റൈറ്റിങ്ങിനൊക്കെ ഫസ്റ്റ് എപ്പോഴും വാങ്ങുന്ന കുട്ടികളാണ് ഉസ്താദന്മാർ അത് എഴുതാനായിട്ട് എടുത്തത്. പക്ഷേ ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണെന്ന് വിചാരിച്ച് ഒരിക്കലും കലിഗ്രാഫി എഴുതണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. എന്നാൽ കൈയക്ഷരം മോശമായതുകൊണ്ട് കലിഗ്രാഫി എഴുതാൻ പറ്റാതെയും ഇല്ല. ഇതൊരു കലയാണ്, ഇതൊരു ആർട്ടാണ്. അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിനനുസരിച്ച് നമുക്കത് എഴുതിയെടുക്കാം. നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അവരുടെ മൈൻഡിനനുസരിച്ച്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്താൽ അതിൽ പെർഫെക്റ്റ് ആയിട്ട് വരാനായിട്ട് പറ്റും. എനിക്ക് വരയ്ക്കാനും അറിയാത്ത ഒരാളായിരുന്നു. അതുപോലെ എനിക്ക് ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണ്. അറബി ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ അത്യാവശ്യം ഞാൻ എഴുതും എന്നുള്ളതേ ഉള്ളൂ. അത്ര വൃത്തിയുള്ള ഹാൻഡ് റൈറ്റിംഗ് ഒന്നും അല്ല. അപ്പൊ അങ്ങനെയുള്ള ഞാനാണ് ഇതൊക്കെ പഠിച്ചെടുത്തത്. അപ്പൊ നമുക്ക് മനസ്സ് വെച്ചാൽ നടക്കും എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഞാനൊക്കെ കലിഗ്രാഫി പഠിപ്പിക്കുന്നത്, ഈ രംഗത്തേക്ക് എത്തിയത്. പിന്നെ അതിനോടൊരു പാഷൻ ഉണ്ടായിരുന്നു, ഇഷ്ടം ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചു. അതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴേതെങ്കിലും ഒരു നല്ല കോഴ്സ് കാണുകയാണെങ്കിൽ അപ്പോഴും തന്നെ ജോയിൻ ചെയ്ത് പഠിക്കാറുണ്ട്. കാരണം അതിനോടുള്ള ഒരു ഇഷ്ടമുണ്ട്. ചിലപ്പോൾ നമുക്ക് ഇനിയും അതിലെന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് കിട്ടാൻ കാണും. പിന്നെ പല ചെറിയ കോഴ്സുകൾ ഞാൻ ജോയിൻ ചെയ്തതൊക്കെ അവര് അതിന്റെ ഹിസ്റ്ററി പറയാറില്ല. അവർ നേരെ എഴുത്തിലേക്കാണ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഹിസ്റ്ററി ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. എന്റെ കൂടെ തന്നെ നമ്മുടെ വിംബിൾ അക്കാഡമിയിൽ ട്രെയിനർ പാസ്സായ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു, തൽഹത്ത് ഉസ്താദ്. അദ്ദേഹം നമ്മുടെ ട്രെയിനിങ് കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ എങ്ങനെ കിട്ടി, ഈ അറിവൊക്കെ എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ചോദിച്ചു എന്നോട്. ഞാൻ ഇത്രയൊന്നും പഠിച്ചിട്ടില്ല, പണ്ടെപ്പോഴോ പഠിച്ചപ്പോഴാണ് ഈ ഫത്തുകളെ കുറിച്ച്, അതായത് ഈ സ്ക്രിപ്റ്റുകളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോ അത്രയും ഈ കാര്യങ്ങളിലൊക്കെ അറിവുള്ള ഒരാളുടെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുക എന്നുള്ളത് തന്നെ വലിയ ഒരു ഭാഗ്യമുണ്ട്. അപ്പൊ അത് അത്രയും പഠിച്ചെടുത്തു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് കലയായാലും നമുക്ക് ആദ്യം വേണ്ടത് ക്ഷമയാണ് ഫസ്റ്റ് വേണ്ടത്. അതിപ്പോ ഞാൻ എഴുതി കാണിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതുമ്പോൾ മനസ്സിലാവും. അത്യാവശ്യം ക്ഷമ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ഈ മദ്രസയിൽ പോയ സമയത്ത്
എന്റെ കുട്ടികൾക്ക് ഞാൻ പഠിപ്പിച്ച കുട്ടികൾക്ക് എന്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ അവർക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാണ് ചെയ്തത്. കുറെ കാലമൊക്കെ അവർക്ക് ഞാൻ കൊടുത്തു. ഒരുപാടുണ്ടായിരുന്നു. അപ്പൊ എന്റെ കയ്യിൽ കുറച്ച് മാത്രമേ ഉള്ളൂ. കുറെ മഷി പുരണ്ട കുറെ പഴയ കലങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ പ്രൊഫഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് മാത്രം എന്റെ കയ്യിൽ ഉണ്ട്. കുറച്ച് മോൾഡ് ചെയ്തെടുത്ത നല്ല അടിപൊളി കലം മാത്രമേ ഞാൻ എടുത്തിട്ട് ബാക്കിയൊക്കെ അവർക്ക് കൊടുത്തു. ഇങ്കും അവർക്ക് കൊടുത്തു. അതുപോലെ ലിക്ക എന്റെ കയ്യിലുണ്ടായിരുന്നു. ആ സിൽക്ക് ത്രെഡ് അതെല്ലാം ഞാൻ ആ കുട്ടികൾക്ക് കൊടുത്തു. പിന്നെ ഗ്ലോസി ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് ഷീറ്റ് ഉണ്ടായിരുന്നു. അതും ആ ഷീറ്റിലാണ് നമ്മൾ എഴുതുന്നത്. അതാകുമ്പോൾ കുറച്ച് സ്മൂത്ത് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. നമ്മൾ സാധാരണ A4 ഷീറ്റിൽ എഴുതുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഉണങ്ങിപ്പോവുക. പെട്ടെന്ന് ഉണങ്ങി പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അങ്ങനെ വരയ്ക്കാനായിട്ടൊരു സുഖം കിട്ടൂല. അപ്പൊ അതൊക്കെയാണ് മൊത്തത്തിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഫസ്റ്റിലത്തെ ഇതിന്റെ ആദ്യത്തെ ആ ഒരു എപ്പിസോഡ് പോയി കാണാം. അപ്പൊ നമുക്ക് എന്തായാലും വരച്ചു നോക്കാം. ഓക്കെ. ഇവിടെ സ്ക്രീന് കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് അല്ലേ? സ്ക്രീന് കാണുന്നുണ്ടല്ലോ. Yes, ma'am. ഓക്കെ. ഇത് ഞാൻ മദ്രസയിൽ പഠിപ്പിച്ച സമയത്ത് ആ കുട്ടി എനിക്ക് വരച്ചു തന്നതാണിത്. ഞാൻ എക്സലന്റ് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവന്റെ പേര് അവൻ റെഡ് ഇങ്കിൽ എഴുതിയിട്ടുണ്ട്, ഹസ്ബൻ ബസരിയിൽ. ആ കുട്ടി എഴുതുന്നതാണ് യാ ഹയ്യു യാ ഖയ്യൂം എന്ന്. പിന്നെ ഇത് ഇവർക്ക് രണ്ടുപേർക്ക് സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടി. ആ പുള്ളി വേറൊരു കുട്ടി മുഹമ്മദ് ഹാരിസ് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി എഴുതി തന്നതാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എഴുതി തരണമെന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ടും എഴുതി തന്നതാണ്. ഈ കാണുന്നതാണ്, ഈ കാണുന്ന പുള്ളി ഉണ്ടല്ലോ, ഈ ഡയമണ്ട് ഷേപ്പിലുള്ള പുള്ളികൾ, ഇതാണ് നുക്ത എന്ന് പറയുന്നത്. നുക്ത. ഇതിന്റെ ബേസിലാണ് നമ്മൾ എല്ലാ അക്ഷരങ്ങളും എഴുതുന്നത്. ഈ കൊടുത്തിരിക്കുന്ന എല്ലാം ബേസിക് സ്ട്രോക്കുകളാണ് വരച്ചു പഠിക്കുന്നത്. റെഡ് ഇങ്കിൽ ഇത് ഫസ്റ്റ് ടൈമിൽ ഞാൻ വരച്ചു പഠിച്ചപ്പോൾ ഉള്ളതാണ്. ബ്ലൂ ഇങ്കിൽ, സോറി ഗ്രീൻ കളറാണിത്. പിന്നെ അപ്പൊ ഇത്രയാണ് നമ്മുടെ ബേസിക് സ്ട്രോക്ക് ആയിട്ട് വരുന്നത്. ഇതൊക്കെ ആ സമയത്ത് ഞാൻ പഠിച്ച സമയത്തുള്ള ലാസ്റ്റിൽ എഴുതി സബ്മിറ്റ് ചെയ്തതാണ്. ഇത് സബ്മിറ്റ് ചെയ്തപ്പോഴാണ് അവർ എനിക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നത്. പിന്നെ ഞാൻ കുട്ടികളെ വരച്ചു പഠിപ്പിച്ചതാണ് ഇത്. അലിഫ് തന്നെ അവർക്ക് ഒരു പ്രാവശ്യം ഇത് വരച്ച് കാണിച്ചു കൊടുത്തു. പിന്നെ അല്ലാതെ 2 സ്ട്രോക്ക് ആയിട്ട് വരച്ചു കാണിച്ചു കൊടുത്തു. പിന്നെ ഈ അതിന്റെ അനാട്ടമി പോലെ ഇങ്ങനെ പേനയിട്ടൊന്ന് വരച്ചു കാണിച്ചു കൊടുത്തു. ഈ 3 സ്ട്രോക്കുകൾ ഇങ്ങനെ വരച്ചാൽ നമുക്ക് എഴുതാന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തതാണ് അവർക്ക്. പിന്നെ ഹ എഴുതിയത് തന്നെ ആദ്യം ഒരു ഇത് വരെ ഇടുന്നു, ആദ്യത്തെ സ്ട്രോക്ക് ഇവിടെ ഇടുന്നു, പിന്നെ രണ്ടാമത്തെ സ്ട്രോക്ക് ഇടുന്നു, പിന്നെ ഇവിടെ നിന്ന് ഒറ്റ സ്ട്രോക്ക്, പിന്നെ ഇവിടെ നിന്ന് പകുതി സ്ട്രോക്ക്, പിന്നെ അങ്ങനെ ഓരോ സ്ട്രോക്കുകളായിട്ട് വരച്ചാണ് പഠിപ്പിച്ചത് അവരെ. അപ്പൊ ഇതിലെല്ലാം ഈ പുള്ളി കാണാൻ പറ്റും, കണ്ടോ? എല്ലാം ആ അളവിനാണ് നമ്മൾ എഴുതിക്കുന്നത്. അത് വരച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, കണ്ടല്ലോ. ഇത്രയൊക്കെയാണ് നമ്മുടെ അക്ഷരങ്ങൾ എഴുതുന്നതിന്റെ റൂൾസും കാര്യങ്ങളും ഒക്കെ. അതാണ് ഇനി ഞാൻ വരച്ചുകൂടി കാണിച്ചു തരാം. ഓക്കെ. ഇതാണ് നമ്മുടെ കലം. ഇത് സിലി കലം എന്ന് പറയുന്ന സംഭവം. ഇതിന്റെ ഒരു സൈഡിൽ ഇതിന്റെ നടുക്കൊരു ഹോള് കാണുന്നുണ്ടല്ലോ, കണ്ടോ? ഈ ഹോളില് ഇങ്ക് പോയിട്ട് വീണ്ടും തിരിച്ചു വരും. അത്രയ്ക്കും നമ്മൾ ഡിപ്പ് ചെയ്യണം. പക്ഷെ ഞാൻ അതിന്റെ ആ കുറച്ച് ഭാഗത്ത് മാത്രമേ ഡിപ്പ് ചെയ്യാറുള്ളൂ. അപ്പൊ ഇതിൽ ബ്ലാക്ക് എല്ലാ മഷിയും ഉണ്ട് അതിനകത്ത്, പക്ഷെ കാണുന്നില്ല, ബ്ലാക്ക് മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ ഇത് കോട്ടൺ തുണി കൊണ്ട് തുടയ്ക്കാം. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു കോട്ടൺ തുണി ഉണ്ട്. ഇത് വൈറ്റ് കളറായിരുന്നു. അത് വെച്ചിട്ട് ഇങ്ങനെ തുടയ്ക്കുമ്പോൾ അത് ബ്ലാക്ക് കളറായി മാറും. ഓക്കെ. ആ മഷി അത്ര അതിനകത്താക്കിയിട്ട്. അപ്പൊ ഇത് സാധാരണ മുള കൊണ്ടുള്ള കലമാണ്. ഇത് മൂന്നും കുറച്ച് ഞാൻ പഠിച്ച് നല്ല ഇതായതിനു ശേഷം ആ ഒരു പ്രൊഫഷണൽ കലം ഞാൻ വാങ്ങിയതാണ്. ഇത് ജാവാ കലം, ഇത് 3 ജാവാ കലം, ഇത് സിലി കലം, ഇത് സാധാരണ മുള കൊണ്ടുള്ള കലം. ഓക്കെ. ഇതൊക്കെ ഞാൻ വരച്ച് മഷിയതാണ്. ഇതിൽ റെഡ് ഉണ്ട്, അതുപോലെ ഗ്രീൻ കളർ ഉണ്ട്, വയലറ്റും ബ്ലാക്കും എല്ലാം ഇതിനകത്ത് ഉണ്ട്. ഓക്കെ. ഇതൊക്കെയാണ് എന്റെ കലങ്ങൾ. ഇനിയുണ്ട് കുറെ. ഒരു ആക്രിക്കട പോലെ കുറെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ശേഖരിച്ച് ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ തൽക്കാലം ഈ 2 കലം വെച്ചിട്ട് നമുക്ക് എഴുതി കാണിച്ചു തരാം.
ഇങ്ക് എടുത്ത് വെക്കുക. നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലെ, ഇങ്ക് എടുത്ത് വെക്കുക, പിന്നെ കലം, പിന്നെ നമ്മുടെ ഈ പ്രൊട്രാക്ടർ ഉണ്ടല്ലോ, ഈ പ്രൊട്രാക്ടർ, പിന്നെ ഒരു സ്കെയിൽ ഇവിടെ വെച്ചിട്ടൊന്ന് കുട്ടികളെടുക്കും പോകാൻ അറിയുന്നു. ഓക്കെ, ഒരു സ്കെയിൽ, ഇത്രയും സാധനം നമുക്ക് വേണം. പിന്നെ വേണ്ടത് ഇത് വേറൊരു കുട്ടി എനിക്ക് എഴുതി തന്നതാണ്. ഞാൻ പഠിപ്പിച്ച ഒരു 4 കുട്ടികളെ പഠിപ്പിച്ചതിൽ 3 പേര് എഴുതിയത് എന്റെ കയ്യിലുണ്ട്. ഒരാൾ എഴുതിയത് കണ്ടില്ല. അപ്പൊ നമുക്ക് ഗ്ലോസി ഷീറ്റ് എടുക്കാം. ഇതാണ് ഗ്ലോസി ഷീറ്റ്. കണ്ടല്ലോ, ഒരു ചെറിയൊരു ഗ്ലൈസിങ് കാണും. കണ്ടോ, ഇത് ഒരെണ്ണത്തിന് തന്നെ 8 രൂപ 10 രൂപ ഒക്കെ വില ഉണ്ട്. അത്യാവശ്യം നല്ല റേറ്റുള്ള സാധനമാണ് ഈ കാലിഗ്രാഫിയുടെ പേപ്പർ. പിന്നെ രണ്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ മുറിച്ചിട്ട് എഴുതാം. ഏകദേശം 2 A4 ഷീറ്റ് എടുത്താൽ എത്ര വരും? അത്രയും വരും. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം, നമുക്ക് അത്രയും നീളത്തിനൊന്നും വേണ്ട. പിന്നെ ഗ്ലോസി ടച്ചുള്ള നോട്ടീസ് പേപ്പർ എടുക്കാം, അല്ലെങ്കിൽ കലണ്ടറിന്റെ ബാക്ക് ഭാഗം ഉണ്ടല്ലോ, കലണ്ടറിന്റെ ബാക്ക് ഭാഗം എടുത്താലും മതി. ചില കലണ്ടറുകളുടെ ബാക്ക് ഭാഗം ഒഴിഞ്ഞിട്ടിരിക്കും, ഒന്നും എഴുതാണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലം എടുക്കാം. ഇനി ചെയ്യാനുള്ളത് ഈ പ്രൊട്രാക്ടർ വെച്ച് കൊടുക്കാം. പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് ഈ 90 ഡിഗ്രി ഉണ്ടല്ലോ, 90 ഡിഗ്രിയുടെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു കുത്തിട്ട് കൊടുക്കാം. കാണുന്നുണ്ടല്ലോ അല്ലേ, പെൻസിലിട്ട് ഇട്ടുതരാം. 90 ഡിഗ്രി. എന്നിട്ട് നമ്മളെ വലതു ഭാഗത്ത്, ഇത് ഇടതു ഭാഗം, ഇത് വലതു ഭാഗം, അതായത് ഞാൻ പേന പിടിച്ചിരിക്കുന്ന ഭാഗം, 80 ഡിഗ്രി, 70 ഡിഗ്രി, പിന്നെ 45. 45 എന്ന് പറയുമ്പോൾ ഇത് 0, ഇത് 10, ഇത് 20. കണ്ടോ, 5, 10, 20, 25, 30, 35, 40, 45. ഓക്കെ, അതായത് ഈ 50ന്റെയും 40ന്റെയും ഇടയ്ക്കുള്ള ഭാഗം 45 ഡിഗ്രി. കണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നില്ലെങ്കിൽ പറയണേ. അപ്പൊ ഇവിടെ നമ്മൾ ഓൾറെഡി വര ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാ, ഈ 90 ഡിഗ്രി നേർരേഖയാണ് എപ്പോഴും അല്ലേ. 90 ഡിഗ്രിയിൽ വരയ്ക്കുക. പെൻസിലിട്ട് വരയ്ക്കണം, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പേനയിട്ട് വരയ്ക്കുന്നത്. 80 ഡിഗ്രിയിൽ അടയാളപ്പെടുത്തുക. പിന്നെ 70 ഡിഗ്രിയിൽ വരയ്ക്കുക. പിന്നെ എന്ത് ചെയ്യാ, 45 ഡിഗ്രിയിൽ വരച്ചു കൊടുക്കാം. ഓക്കെ, കാരണം ഈ നുക്ത, ഈ ഡയമണ്ട് ഷേപ്പിലുള്ള സംഭവം എപ്പോഴും തുടങ്ങുന്നത് ഇങ്ക് ഡിപ്പ് ചെയ്യുക, ഈ 45 ആംഗിളിന്റെ ഈ ലൈനിൽ വെച്ചു കൊടുക്കുക. ആ ലൈനിൽ നിന്ന് താഴോട്ട് വരയ്ക്കുക. അപ്പൊ എൻ്റെ ഇങ്ക് തീർന്നു പോയതുകൊണ്ട് അത്യാവശ്യം കളർ കുറവാണ്. ഓക്കെ, കണ്ടല്ലോ, ആ ഡയമണ്ട് ഷേപ്പിൽ വന്നത് കണ്ടല്ലോ, കണ്ടല്ലോ. ഇങ്ങനെ വരണം. കണ്ടോ, ടൈപ്പ് ചെയ്യല്ലേ, ടൈപ്പ് ചെയ്ത് എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ വീഡിയോ ഓണാക്കി പഠിപ്പിക്കുന്നോണ്ട് ടൈപ്പ് ചെയ്യുന്ന വായിക്കാൻ പറ്റില്ല. നിങ്ങൾ ഓക്കെ പറഞ്ഞാൽ മതി. കണ്ടല്ലോ. ഇനി ഇതാണ് നുക്ത എന്ന് പറയുന്നത്. ചിലർ ഇങ്ങനെ വരയ്ക്കാറുണ്ട്,
ഇങ്ങനെ വരയ്ക്കാറുണ്ട്. രണ്ടും തെറ്റാണ്. ഇത് കണ്ടോ, ഇങ്ങനെ വരും. ഇത് ഇങ്ങോട്ട് പോകും. അങ്ങനെ പാടില്ല. ഇതുപോലെ നിൽക്കണം. കണ്ടോ? ഇനി നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി അടുത്ത സ്ട്രോക്കിലേക്ക് പോകാമോ? ഓരോ കലമും ഇപ്പൊ ഇതിപ്പോ 5 mm, ഇത് 6 mm. അപ്പൊ ഓരോ കലം വെച്ച് എഴുതുമ്പോഴും അളവിന് വ്യത്യാസം വരും. ഇനി നെക്സ്റ്റ് സ്ട്രോക്കിലേക്ക് പോകാമോ? ഇത്രയും മനസ്സിലായോ? നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാത്തതാണോ, നിങ്ങൾ പറയാത്തതാണോ? ഓക്കെ അല്ലേ? മനസ്സിലായി മാം. ഓക്കെ. ഇനി അടുത്ത സ്ട്രോക്കിലേക്ക് പോകുമ്പോൾ 70 ഡിഗ്രി ആംഗിളിൽ കലം വെക്കുക, ഇങ്ങനെ താഴേക്ക് വരയ്ക്കുക. കണ്ടോ? അടുത്ത കലം വെക്കുക, 70 ഡിഗ്രിയിൽ വെക്കുക, താഴേക്ക് വരയ്ക്കുക. ഇപ്പൊ മൾട്ടി സംഗതി എനിക്ക് ഞാൻ ഓൺലൈൻ വരുത്തിയിട്ടേ ഉള്ളൂ, അത് എത്തിയിട്ടില്ല. ഇത് കുറച്ച് പഴക്കമുള്ള മഷിയാണ്. കയ്യിലിരുന്നതൊക്കെ കുട്ടികൾക്ക് മത്സരത്തിന് പോയപ്പോൾ കൊടുത്തു. അതില് 4 പേര് മത്സരിച്ചതിൽ 3 പേർക്ക് സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടി. ജൂനിയർ, സബ് ജൂനിയറിന് ഫസ്റ്റ് കിട്ടി, സീനിയറിന്, സൂപ്പർ സീനിയറിന് കിട്ടി. സബ് ജൂനിയറിന് കിട്ടി, ജൂനിയറിന് കിട്ടിയില്ല. പിന്നെ ഇവര് 3 പേരും സ്റ്റേറ്റിൽ പോയപ്പോൾ സബ് ജൂനിയറിന് ഫസ്റ്റും കിട്ടി, ബാക്കി 2 പേർക്കും സെക്കൻഡും തേർഡും കിട്ടി. അപ്പോ പിന്നെ 80 വെക്കുക, ഇങ്ങനെ വരയ്ക്കുക. പിന്നെ അടുത്ത 80 വെക്കുക, 90 വെക്കുക, ഇങ്ങനെ വരയ്ക്കുക. ഇതൊക്കെ സ്ട്രോക്ക് വരച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിലോട്ട് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യാ, ജസ്റ്റ് ഒന്ന് ചരിച്ച് ഒരു കർവ്ഡ് ഷേപ്പിൽ ചരിച്ചു വന്നിട്ട് പിന്നെ ഈ കലമ് ഫ്ലിപ്പ് ചെയ്യണം. ഫ്ലിപ്പ് ചെയ്തിട്ട് മുകളിലേക്ക്. അത് ബാ എഴുതുന്നതിന്റെ സ്ട്രോക്കാണ് കേട്ടോ. ബാ എഴുതുന്നതിന്റെ സ്ട്രോക്കാണ്. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നമുക്ക് അലിഫ് വരയ്ക്കാം. അലിഫ് വരയ്ക്കണമെങ്കിൽ കുറച്ച് പാടുണ്ട്. ഇതല്ലാതെ വേറെ ബേസിക് സ്ട്രോക്ക് ഉണ്ട് കേട്ടോ. ജസ്റ്റ് അലിഫും കൂടെ ഒന്ന് വരച്ച് കാണിച്ചു തരാം. നമ്മൾ ആദ്യം മുകളിൽ ഒരു നുക്ത ഇടുക. എന്നിട്ട് ഈ നുക്തയുടെ ഈ എൻഡ് പോർഷൻ ഉണ്ടല്ലോ, എൻഡ് പോർഷനിൽ ഒരു ലൈൻ താഴേക്ക് വരയ്ക്കാം. ഇത് ഇപ്പുറത്തെ എൻഡ് പോർഷൻ ഉണ്ടല്ലോ, ആ എൻഡ് പോർഷനിലും ഒരു ലൈൻ താഴേക്ക് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇവിടെയും ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യാ, ഒരു 7 നുക്ത വരയ്ക്കണം. കണ്ടോ? ഈ കോളത്തിനകത്ത് നിൽക്കണ ഈ നുക്ത. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഒന്നൊരു 7 നുക്ത ഇട്ട് കൊടുക്കണം. 1 2 3 4 5 6 7. എന്നിട്ട് ലാസ്റ്റിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഇടാം. എന്നിട്ട് ഏകദേശം ഇവിടെ ഒരു ഹാഫ് നുക്ത ഇവിടെ വരച്ചു കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, 1 1/2 നുക്ത ഒന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തുക. ഒരു നുക്തയും ഹാഫും.
അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു 70 ഡിഗ്രി ആംഗിളിൽ കലം പിടിക്കുക. എന്നിട്ട് താഴേക്ക് വരച്ചു കൊടുക്കാം. അവിടെ നിന്ന് തുടങ്ങി ഈ ലൈനിൽ തട്ടിക്കൊണ്ട് വരണം. മുകളിൽ നിന്ന് തുടങ്ങി ഈ ലൈനിൽ തട്ടിക്കൊണ്ട് വന്ന് ഇവിടെ വരുമ്പോൾ കലം ഫ്ലിപ്പ് ചെയ്ത് കലം ഒന്ന് ചരിച്ച് ജസ്റ്റ് ഇങ്ങനെ അതിന്റെ വാൽ ഭാഗം ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് റെഡി ആയാലും നമുക്ക് കലമിന്റെ എഡ്ജ് കൊണ്ട് വരച്ച് സെറ്റ് ആക്കാം. കാരണം അവിടെ അത്യാവശ്യം മഷി തീർന്നു പോയി. അത് 2-3 സ്ട്രോക്ക് ആയിട്ട് നമുക്ക് വരയ്ക്കാം. ഒറ്റ ലൈനായിട്ടാണ് ഞാൻ ഇപ്പോൾ വരച്ചത്. 2-3 സ്ട്രോക്ക് ആയിട്ട് നമുക്ക് വരയ്ക്കാം. ഇനി ഇതിൽ ഹില്യ എന്ന് പറയുന്ന ഒരു സംഭവം വരയ്ക്കാണ്. അപ്പൊ ഈ 7 നുക്തയുടെ നീളം കതിറാണ് ഒരു അലിഫ്. മനസ്സിലായ? ഈ 7 നുക്തയുടെ അളവാണ് ഒരു അലിഫ്. ഇനി ഒരു 40 ആംഗിളിൽ കലം ചരിച്ചു പിടിച്ചിട്ട് എന്ത് ചെയ്യാ, ഹില്യ വരച്ചു കൊടുക്കുക. ഹില്യ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ കയറി പോവാം. എന്നിട്ട് അത് നമുക്ക് കലത്തിന്റെ എഡ്ജ് കൊണ്ട് എന്ത് ചെയ്യാം, വൃത്തിയാക്കി കൊടുക്കാം അവിടെ. ഓക്കെ, കണ്ടോ? ഇതാണ് അലിഫ്. ഈ അലിഫിന്റെ ഈ ഹില്യ എന്ന് പറയുന്നത് 1.5 നുക്തയുടെ നീളമാണ്. ഇനി നമുക്ക് ഈ നുക്ത ഇല്ലാണ്ട് ഒന്ന് വരച്ചു നോക്കാം. പകുതിയിലെത്തി നിൽക്കുന്നു, വീണ്ടും ഡിപ്പ് ചെയ്യുന്നു, വീണ്ടും വരയ്ക്കുന്നു. വരച്ചിങ്ങ് താഴോട്ട് എത്തിക്കുമ്പോഴത്തേക്ക് കലമും ഇങ്ങനെ ഒന്ന് ചരിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഹില്യ വരച്ചു കൊടുക്കുന്നു. ഹില്യ പല രീതിയിൽ വരയ്ക്കും. നമ്മളുടെ എളുപ്പം നോക്കി നമുക്ക് കലം എങ്ങനെയാണോ നമുക്ക് അതാക്കി എടുക്കാൻ പറ്റുന്നത് അതുപോലെ ചരിച്ചു കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് അലിഫ് വരയ്ക്കാം. ഈ ഹില്യ എന്ന് പറയുന്ന സാധനം എന്താണെന്നറിയോ? അത് അതിന്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു സംഭവം. അപ്പൊ ഇത്രയാണ് നമുക്ക് അലിഫ് വരയ്ക്കാൻ വേണ്ടുന്ന സംഭവങ്ങൾ. മനസ്സിലായല്ലോ? അത്രയും മനസ്സിലായല്ലോ? മനസ്സിലായി. ഓക്കെ, ടൈം ഇപ്പൊ എത്രയായി? അപ്പൊ ഇനി വേണമെങ്കിൽ ഒരക്ഷരം കൂടി വരച്ചുതരാം. ഭാഗം കൂടി വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം. ഇത് കണ്ടോ? 1 2 3 4 5 6 7 1.5 നുക്ത. ഇവിടെ ഒരു ചെറിയൊരു ലൈൻ ഇട്ടിട്ടുണ്ട്. 1.5 നുക്ത വരച്ചിട്ടുണ്ട്. കണ്ടോ? ഇതിന്റെ ഭാഗത്തിന് റാൽസ് എന്ന് പറഞ്ഞ തല, ബത്തൻ എന്ന് പറഞ്ഞാൽ വയറ്, പള്ളയുടെ ഭാഗം, കതുമ് അതിന്റെ വാലിന്റെ ഭാഗം. കണ്ടോ? ഇവിടെ ഒരു പൂജ്യം ഇട്ടിട്ടുണ്ട്. നമ്മളൊരു ഹാഫ് നുക്തയാണ് ഇട്ടത്, അതിനെ ഇങ്ങനെ വളച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കണ്ടോ? ഇവിടെ നിന്ന് തുടങ്ങി വളഞ്ഞ് ആണ് ഇവിടെ നിന്ന് തുടങ്ങി വളഞ്ഞാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുപോലെ കണ്ടോ? 70 ഡിഗ്രിയിലാണ് തുടങ്ങാനുള്ളത്. 70 ഡിഗ്രിയിലാണ് കലം വെച്ചിട്ട് അലിഫ് തുടങ്ങുന്നത്. ഇതുപോലെ നേരെ വരയ്ക്കാൻ പാടില്ല. അവിടെ ഒരു ഇൻഡു ഇട്ടിട്ടുണ്ട്, കണ്ടല്ലോ? 70 ഡിഗ്രി. കണ്ടോ? 70 ഡിഗ്രിയിൽ ഒരു റെഡ് കളർ ഇട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഒരു അനാട്ടമി പോലെ കാണിച്ചിരിക്കുന്നത് കണ്ടോ? അപ്പോ ഇതൊക്കെയാണ് വരയ്ക്കാൻ ഒരു അലിഫ് വരയ്ക്കുന്നതിന്റെ അലിഫ് എഴുത്തിലെ 4 ഘട്ടങ്ങൾ. ഉണ്ട്. ഇതിന് പകുതി എഴുതുക, ബാക്കി എഴുതുക, അതുപോലെ ഹില്യ, ബാക്കി ഭാഗങ്ങൾ ഒക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നുക്ത എഴുതുമ്പോൾ നിബ്ബ് എപ്പോഴും 45 ഡിഗ്രി ആംഗിളിൽ ശരിയാണ്. 7 സമഭുജ ബിന്ദുക്കളുടെ, അതായത് നുക്തയുടെ അനുപാതമാണ് അലിഫിന്റെ ദീർഘം. എഴുതുന്ന പേനയുടെ നിബിനനുസരിച്ച് അലിഫിന്റെ നീളം കൂടുകയും കുറയുകയും ചെയ്യും. അതായത് നമ്മൾ 5 mm കലമിട്ടാണ് എഴുതുന്നെങ്കിൽ അതേ സെയിം കലമിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അക്ഷരം എഴുതി കൊടുക്കുക. ഇനി നമ്മൾ 8 mm ആണ് നമ്മളിപ്പം അങ്ങനത്തെ ഒരു 8ന്റെ അളവാണ് നമ്മൾ എടുക്കുന്നെങ്കിൽ അതേ അളവിൽ തന്നെ നമ്മൾ എന്താക്കുക, ഇത് എഴുതുക, അക്ഷരം എഴുതുക. ഏത് കലം എഴുതാനുള്ള
ഇതാണ് എടുക്കുന്നത്, അതിട്ട് തന്നെ എഴുതാം. ഇനി അടുത്തത് ബാ എഴുതാനാണ്. ബാ എഴുതാൻ നമ്മൾ ഏകദേശം ഒരു 3 നുക്ത താഴേക്ക് ഇടുക, 3.5. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, ഈ രണ്ടാമത്തെ നുക്തയുടെ ഇവിടെ ഒരു ലൈൻ കൊടുക്കുക, മുകളിൽ ഒരു ലൈൻ കൊടുക്കുക. സ്കെയിലോ പെൻസിലൊക്കെ ഇട്ട് അതിന്റെ വൃത്തിക്ക് തന്നെ ഫസ്റ്റ് എഴുതുന്നവർ എഴുതാൻ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഫസ്റ്റ് സ്ട്രോക്ക് വരയ്ക്കും. കണ്ടല്ലോ, നമ്മൾ ഇവിടെ വരച്ച് ആ സ്ട്രോക്ക് സെയിം സാധനമാണ് ഇവിടെ. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു 6 നുക്ത ഇവിടെ ഇട്ട് കൊടുക്കും. 1 2 3 4 5 6. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ലാസ്റ്റ് നുക്ത. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വേണമെങ്കിൽ പെൻസിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, നമുക്കിപ്പോൾ പെൻസിലിന്റെ ആവശ്യമൊന്നും വരുന്നില്ല, നമുക്കല്ലാതെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ ഇപ്പോൾ നമ്മൾ സ്വതന്ത്രമായി എഴുതുകയല്ലോ, ക്യാമറയിൽ കൂടി ശ്രദ്ധിച്ചുകൊണ്ടാണ് എഴുതുന്നത്. അപ്പോൾ കോൺഷ്യസ് ആയിട്ട് എഴുതിയ പറ്റില്ല, അൺകോൺഷ്യസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇവിടെ വെക്കുക, ഈ ഒരു പോർഷൻ വെക്കുക. അതായത് ബാന്റെ ഫസ്റ്റ് സ്ട്രോക്ക് കിടക്കുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇവിടെ ഈ ഒരു ഭാഗം കൂർത്താണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്താണ് കലം കൊണ്ട് വെക്കേണ്ടത്. ഇങ്ങനെ വെക്കുക, ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ എടുക്കുക. ഓക്കെ, അതായത് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒന്ന് കുറച്ച് ചരിഞ്ഞു വരും. അപ്പൊ ഇവിടെയും ഒരു നുക്ത ഇടുക. ആ ഒരു നുക്തയുടെ വലിപ്പം താഴേക്ക് വരണം, കുറച്ച് ചരിഞ്ഞ് തന്നെ വരണം. എന്നിട്ട് കലം ഇവിടെ വരുമ്പോൾ നൂത്ത് കൊടുക്കുക. ഓക്കെ, കണ്ടല്ലോ അതിന്റെ അളവും കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു നുക്ത നിൽക്കണം. പിന്നെ ബാനാണെങ്കിൽ ഇവിടെ ഒരു പുള്ളി ഇട്ട് കൊടുക്കുമ്പോൾ ബാ ആയി. പിന്നെ ഈ ഒരു സംഭവം തന്നെ പഠിച്ചാൽ മുകളിൽ 2 പുള്ളി ഇട്ട് കൊടുത്താൽ താ ആയി. അതിന്റെ മുകളിൽ ഒരു പുള്ളി കൂടെ ഇട്ട് കൊടുത്താൽ സാ ആയി. ഒറ്റയടിക്ക് നമുക്ക് 3 ലെറ്ററും പഠിക്കാൻ പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിന് ഇനിയുണ്ട് ഒരുപാട് പഠിക്കാൻ. ബായിന് തന്നെ 2 രൂപങ്ങളുണ്ട്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് കോഴ്സിലാണെങ്കിൽ നമുക്ക് അതിന്റെ ഈ എന്താണ് അതിന്റെ 2 ലെറ്റേഴ്സ് എങ്ങനെ കണക്ട് ചെയ്ത് വരുന്നത്, അതെല്ലാം എന്റെ ബേസിക് കോഴ്സിലേക്ക് പോകുമ്പോഴാണ് പഠിക്കുന്നത്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമല്ലോ അല്ലേ? ഓക്കെ, ആരാണ് യെസ് മാം എന്ന് പറഞ്ഞത്? പേര് പറയൂ. ജന്നത്തുൽ സുൽത്താന. ജന്നത്തുൽ സുൽത്താന. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ നമ്മൾ ഇത്രയൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇപ്പൊ എഴുതി കാണിച്ചതിലോ വരച്ച് കാണിച്ചതിലോ എന്തെങ്കിലും ഇത് അപ്പൊ നിങ്ങൾ അയ്യോ 45 എഴുതണം, പിന്നെ 70 എഴുതണം, 80 എഴുതണം എന്നൊക്കെ ഇങ്ങനെ ഇപ്പൊ മൈൻഡിൽ ഇങ്ങനെ വരുമല്ലോ. ഇപ്പൊ ഏത് അക്ഷരം ഏത് ഇതിലാണ് എഴുതുന്നതെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ, ആകെ ഡിഫിക്കൽട്ട് ആണല്ലോ, നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറത്താണല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ ഒന്നുമില്ല. സംഭവം നമ്മള് ഫസ്റ്റ് തന്നെ നമ്മൾ നുക്ത വരയ്ക്കുന്നു, പിറ്റേന്ന് ഒരു ദിവസം സമയം കിട്ടുന്നു, നമ്മൾ ആ സമയത്ത് ഇരുന്ന് വരയ്ക്കുന്നു. ഇപ്പൊ നമ്മൾ ഇന്ന് 8:30 to 9:30 നമുക്ക് ക്ലാസ് വരുന്നത്. അപ്പൊ ആൾട്ടർനേറ്റീവ് ഡേയ്സ് ഇപ്പം ഇന്ന് വേഴമല്ലേ, ഇന്ന് ക്ലാസ് ഉണ്ടെങ്കിൽ നാളെ ക്ലാസ് ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ ഈ ക്ലാസ്സിന്റെ ടൈമിൽ തന്നെ വന്നിരുന്നിട്ട് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. മനസ്സിലായില്ലേ? ആ ടൈം വീണ്ടും നമ്മളെ ക്ലാസ് ഇല്ലാത്ത ടൈം നിങ്ങൾക്ക് ആ സമയം ബ്ലോക്ക് ചെയ്ത് വെക്കുക. ആ ടൈമിൽ കറക്റ്റ് വന്നിരുന്ന് എഴുതുക. പിന്നെ ഇതിന്റെ പെന്ന്, കലം, എല്ലാ സാധനങ്ങളും സൂക്ഷിച്ചു തന്നെ വെക്കുക. നല്ല ഏതൊരു ബുക്കും അങ്ങനെയാണല്ലോ, നമ്മൾ സൂക്ഷിച്ചു വെക്കണം. നമ്മൾ അതിൻ്റെതായ ഒരു ബഹുമാനം ഇതൊക്കെ കൊടുക്കണം. നമ്മൾ പഠിക്കുന്ന ബുക്കായാലും സാധാരണ ബുക്കായാലും പെന്നായാലും അതങ്ങനെയാണ്. നമുക്ക് ആ പുസ്തകങ്ങളൊക്കെ ബഹുമാനിച്ചാൽ മാത്രമേ നമുക്ക് ആ പഠനം തലയിലേക്ക് കയറുള്ളൂ. അപ്പൊ അത് ഏതൊരു ഇതിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇനി അലിഫ് തന്നെ നമ്മള് ലെറ്ററിലേക്ക് വരുന്ന സമയത്ത് പല മോഡലുണ്ട്. ഇപ്പൊ അള്ളാഹു എഴുതുന്നതിൽ ഇങ്ങനെ ഒരു റാ പോലെ വരക്കാറുണ്ട്, അങ്ങനെ ഒരു അലിഫ് അങ്ങനത്തെ ഒരു രീതിയിൽ എഴുതാം. പിന്നെ പല മോഡലിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇതിപ്പോ ബേസിക് ആണ്, വെറും ബേസിക് മാത്രമാണ് വരുന്നത്.
പിന്നെ അള്ളാഹു എന്ന് എഴുതുന്നതിൽ ഇതുപോലെ നുക്തയൊക്കെ ഉണ്ട്. ആ നുക്ത ഇട്ട് നമ്മൾ എഴുതി പഠിക്കുമ്പോഴാണ് ആ വാക്കുകളൊക്കെ നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ കണക്ഷൻ ലെറ്റേഴ്സ് എഴുതുമ്പോഴും ഇതുപോലെ നുക്ത ഇട്ട് പ്രാക്ടീസ് ചെയ്ത് വന്നാൽ പിന്നെ നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് എഴുതി പോവാം. ആവശ്യം വേണ്ടത് ക്ഷമയും പ്രാക്ടീസും, പിന്നെ അത് പഠിക്കണം എന്നുള്ളൊരു മനസ്സ്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഡൗട്ട് ചോദിക്കാനുണ്ടോ? നോ മാം. ഇല്ല. എന്തെങ്കിലും മനസ്സിലായോ എഴുതിയതില്? പ്രോഡക്റ്റ് ഒക്കെ നിങ്ങളെ കയ്യിലുണ്ടോ? ഇതിനെപ്പറ്റി നേരത്തെ അറിഞ്ഞിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ, അതോ ഫസ്റ്റ് ടൈം ആണോ? എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും? മാം ഫസ്റ്റ് ടൈം ആണ്. ആ, ഈ ഒരു കലിഗ്രാഫി ഇതിന്റെ ഇത് കണ്ടിട്ടില്ലേ? ഈ ഒരു ആർട്ട് കണ്ടിട്ടില്ലേ? Yes, ആ ma'am. കണ്ടിട്ടുണ്ട്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. നമ്മൾ ആ നുക്ത വരച്ച് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല ഒരു കോൺഫിഡന്റ് വരും, എഴുതാനുള്ള ആ ഒരു ഇത് വരും. പിന്നെ നമ്മൾ ചിലരൊക്കെ എഴുതുമ്പോഴത്തേക്ക് കലമൊക്കെ ഇങ്ങനെ ഭാഗം എഴുതുമ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ ഇരിക്കും. അതായത് അതിന്റെ ഫസ്റ്റ് സ്ട്രോക്ക് എഴുതിയിട്ട് ആ ഭാഗം കുറച്ച് തിന്നാക്കുക, കട്ടിക്ക് എഴുതിയിട്ട് കുറച്ച് തിന്നാക്കുക, പിന്നെ അതിൽ വെച്ചിട്ട് വീണ്ടും ഇങ്ങനെ താഴോട്ട് പോയിട്ട് മുകളിലേക്ക് കയറുമ്പോൾ ആ മുകളിൽ കയറുന്ന ഭാഗം വീണ്ടും തിന്നാക്കി കൊടുക്കുക. അപ്പൊ അങ്ങനെയൊക്കെയാണ് എഴുതുന്നത്. അതാണ് അതിന്റെ ഭംഗി, അതാണ് അതിന്റെ ആ ലെറ്ററിന്റെ ഭംഗി വരുന്നത്. അപ്പൊ അത് കലം ചരിക്കേണ്ടടുത്ത് ചരിക്കുക, അതുപോലെ ഇങ്ങനെ നിവർത്തി വെക്കേണ്ടത് നിവർത്തി വെക്കുക, വീണ്ടും ചരിക്കേണ്ടടുത്ത് ചരിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആ ലെറ്റർ നല്ല ഭംഗിയിൽ വരുന്നത്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്തോടെ? നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഒന്നും പറയാനില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും ഇതുവരെ കണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ നിങ്ങൾ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.